ഇവിടെ ഈ വയലൻസിൻ്റെ ഒരു അതിപ്രസരം നമ്മുടെ സിനിമയിലേക്ക് വല്ലാതെ വന്നു. അത് വല്ലാതെ ചില പടങ്ങളിൽ, ഞാൻ പേര് പറയുന്നില്ല, കുറേ പടങ്ങളിൽ കൂടെ കുറച്ച് കൂടിപ്പോയി. മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടി എൻ്റെ 5 പടത്തിൽ നായകനായിട്ടാണ്. ഞങ്ങൾ വളരെ അടുപ്പമുള്ള പുള്ളി വരെ. എനിക്ക് വീട്ടിൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് പാക്കപ്പ് കഴിഞ്ഞ് കൂടി വന്ന ഒരാഴ്ച, അത് കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കപ്പെടുന്നില്ല, എനിക്ക് അടുത്ത പടത്തിലോട്ട് പോകും. വില്ലൻ വേഷങ്ങൾ എന്ന് പറയുമ്പോൾ അക്കാലത്ത് ഈ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യുക അങ്ങനെയാണ്. എനിക്ക് ഈ രംഗങ്ങളൊക്കെ അഭിനയിക്കാൻ ഇച്ചിരി ഒരു ജാല്യത ഉണ്ടായിരുന്നു. ഇപ്പം എം കൃഷ്ണൻ നായർ സാറ് പറഞ്ഞ തമാശ ഞാനിപ്പോഴും ഓർക്കും. നമസ്കാരം. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് കിട്ടിയിരിക്കുന്നത് കോട്ടയത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ, മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് ശ്രീ പ്രേംപ്രകാശ്. ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരുപാട് ജനപ്രിയ സിനിമകളുടെ, നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്ന സിനിമകളുടെ പ്രൊഡ്യൂസറും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായതും സിനിമയുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളിലെ കൂടുതൽ നമുക്കറിയാം. നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് സാറ് എല്ലാവരും അറിയുന്ന സിനിമ നടൻ എന്നുള്ളതാണെങ്കിൽ പോലും അല്ലാതെ ഒരു കുറേ മേഖലകളിൽ താങ്കൾ ഇടപെടുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതിൽ ഈ കലാപ്രവർത്തനം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ കലാകാരനായിട്ടുള്ളൊരു പ്രവർത്തനം സിനിമയ്ക്ക് മുൻപ് കുറച്ച് കാലം, കാരണം സിനിമ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത്. അതിനു മുമ്പുള്ള കലാപ്രവർത്തനം എന്തായിരുന്നു? ഏത് മേഖലയിലായിരുന്നു സജീവമായിട്ടിരുന്നത്? അല്ല, എല്ലാവരെയും പോലെ ഒരു സ്കൂൾ കോളേജ് തലമുണ്ടല്ലോ. ആ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ എനിക്ക് കലയോട് താല്പര്യമുണ്ടായിരുന്നു. അത് പാട്ട്, അഭിനയം, പല ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട പലതിലും ഞാൻ കൊച്ചുനാൾ മുതൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം പഠിച്ചിരുന്നത് സ്കൂളെന്ന് പറയുന്നത് ഒന്ന് മാന്നാനം സെൻറ്റ് എഫ്രൈംസിൽ പഠിച്ചു, പിന്നെ SH മൗണ്ട് എൻ്റെ വീടിനടുത്ത് കോട്ടയത്ത്. ഈ 2 സ്ഥലങ്ങളിലാണ് എൻ്റെ സ്കൂൾ ജീവിതം. അവിടെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഈ സംഗീത മത്സരത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു നാടകങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ പ്രൈസ് കിട്ടുമായിരുന്നു. അതൊരു ഉത്തേജനം, നമ്മളെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ച അധ്യാപകരുണ്ട്. അതിന് ശേഷം ഞാൻ കോളേജിൽ പഠിച്ചത് ഈ പറഞ്ഞ 2 കോളേജാണ്. ഒന്ന് ചങ്ങനാശ്ശേരി SP കോളേജ്, അവിടെ പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചു. അതിനുശേഷം CMS കോളേജിലാണ്, അവിടെയാണ് ഡിഗ്രി പഠിച്ചത് 3 കൊല്ലം. SP പഠിക്കുമ്പോഴും CMS പഠിക്കുമ്പോഴും ഇതുപോലെ പാട്ടും അഭിനയവും എല്ലാം ഉണ്ട്. എല്ലാത്തിനും നമുക്ക് ദൈവം എൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നു. ഈ കാലയളവിൽ എൻ്റെ ജ്യേഷ്ഠൻ ജോസ് പ്രകാശ് സിനിമയിൽ കത്തി നിൽക്കുന്ന സമയമാണ്. എനിക്ക് സിനിമാ മോഹമൊന്നും അങ്ങനെ മനസ്സിലേക്ക് വന്നിട്ടൊന്നുമില്ല. ഇപ്പം പാട്ട് പാടും എന്ന് പറഞ്ഞാൽ അതൊരു ഈ ക്ലാസിക്കലൊന്നും പഠിച്ചിട്ടില്ല, ബേസൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു പാട്ട് കേട്ടാൽ പാടാൻ ശ്രമിക്കുമ്പോൾ പാടും. അഭിനയവും നമ്മുടെ കഴിവിനനുസരിച്ച് അഭിനയിക്കുക. അങ്ങനെ ഈ CMS കോളേജിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ ഒരു മ്യൂസിക്കൽ ഈവനിങ് പ്രോഗ്രാമുണ്ട്. അതൊരു നല്ല കൂട്ടായ്മയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ്, കാരണം ശനിയാഴ്ച അവധിയാണല്ലോ, ക്ലാസ് കഴിഞ്ഞ് എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് കഴിഞ്ഞ് അവിടുത്തെ ഗ്രേറ്റ് ഹാളിൽ ഒരു മ്യൂസിക്കൽ ഈവനിങ് ആണ്. അത് 2-3 ഇൻസ്ട്രുമെൻറ്റ്സ് കാണും. അത് അവിടെയുള്ളവരൊക്കെ തന്നെയാണ് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നത്. അവിടെ പാടുന്നതിൽ ഒരാൾ ഞാനാണ്. അപ്പോൾ ഈ പാട്ട് കേൾക്കാൻ ധാരാളം കുട്ടികളും സാറുമാരും ഒക്കെ വരും. കാരണം ആ കാലയളവിൽ ഇറങ്ങിയ മലയാള സിനിമയിലെ പാട്ട്, പിന്നെ ഹിന്ദി പാട്ടുകളോട് എനിക്ക് വളരെ താല്പര്യമാണ്. ഞാൻ ഈ മുഹമ്മദ് റഫിയുടെ വലിയൊരു ആരാധകനാണ്. അതുകൊണ്ട് ഹിന്ദി പാട്ടുകൾ പാടും. അങ്ങനെ ഒരു പ്രാവശ്യം ശകുന്തളയൊരു പാട്ട് ഞാനവിടെ പാടി. ശകുന്തള ഇറങ്ങിയ സമയമാണ്, ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്നുള്ള പാട്ട്. അപ്പോൾ ഇത് കേൾക്കാനായിട്ട് മുൻനിരയിൽ ഇരുന്നതിലൊരാൾ എൻ്റെ പ്രിയപ്പെട്ട മലയാള അധ്യാപകൻ അമ്പലപ്പുഴ രാമവർമ്മ സാറാണ്. എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ച സാറാണ്. ഞങ്ങളൊരുമിച്ച് നാടകങ്ങൾ നടത്തിയിട്ടുണ്ട്. പുള്ളി സാറായിട്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ സാറിൻ്റെ കൂടെ നാടകം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ, ബാബു നമ്പൂരി സാറ്, കുറേ പേര്.
അപ്പോൾ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് സിനിമയിലൊന്ന് ട്രൈ ചെയ്തുകൂടാ? അപ്പം ജ്യേഷ്ഠൻ ഇങ്ങനെ സിനിമാ മേഖലയിലുണ്ടല്ലോ. അപ്പം ഞാൻ സാറിനോട്, സാറേ എനിക്ക് ഈ പാട്ട്, സിനിമാ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്കൊരു ഗ്രാഹ്യം വേണം. അവർ വലിയ ഗായകരൊക്കെ ഉള്ളപ്പോൾ നമുക്കൊന്നും അതിനുള്ള പ്രസക്തിയൊന്നുമില്ല. അത് തനിക്കൊന്ന് ശ്രമിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ ജ്യേഷ്ഠനോട്, ജോസ് പ്രകാശിനോട് പറഞ്ഞ് എനിക്ക് ഒരു പാട്ടിന് അവസരം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് കോട്ടയം YMCA അഖില കേരള സംഗീത മത്സരം എല്ലാ വർഷവും നടത്താറുണ്ട്. അപ്പം 64-65 വർഷങ്ങളിലെ ഫസ്റ്റ് പ്രൈസ് എനിക്കാണ്. അന്ന് അവിടെ ജഡ്ജായിട്ട് വന്നതിൽ ഒരാൾ മനോരമയിലെ ബഹുമാനപ്പെട്ട മിസ്സസ് കെ മാത്യു മാർക്കിടാൻ വന്നു. മിസ്സസ് കെ മാത്യു ഉണ്ട്, കൂടാതെ ഒരു വയലിനിസ്റ്റ് മൈക്കിള്, പിന്നെ ഒരു കീബോർഡ് വായിക്കുന്ന തങ്കപ്പൻ സാർ. ഇവർ 3 പേരാണ് ജഡ്ജസ്. ഇവർ 3 പേരും എന്നോട് പറഞ്ഞു, ഒരു നല്ല ശബ്ദമൊക്കെ ഉണ്ടല്ലോ, ഒരു സിനിമയൊക്കെ ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് പറഞ്ഞു. എന്ന് തന്നെയല്ല, എനിക്ക് പ്രേംപ്രകാശ് എന്ന് പേരിട്ടത് മിസ്സസ് കെ മാത്യു. അതൊന്ന് ചോദിക്കാൻ. അത് എൻ്റെ പേര്, എന്നെ കറിയാച്ചൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പം മിസ്സസ് കെ മാത്യു പറഞ്ഞു, ഇപ്പോൾ കലാരംഗത്തൊക്കെ ഉള്ളവർക്കൊരു പേര് അങ്ങ് മാറ്റിയിടാൻ പറ്റില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെ തന്നെ അല്ല, നമുക്കൊരു പേരിടണം. ഒരു പേരിട്ടു. ഇങ്ങനെ പുള്ളിക്കാരത്തിയാണ് മിസ്സസ് കെ മാത്യു ആണ് സജസ്റ്റ് ചെയ്യുന്നത് ഈ പേര്. ഞാൻ ചോദിച്ചു, എന്താ ആ പേരെങ്ങനെയാണ്? അന്നമ്മ കൊച്ചമ്മയെന്നാണ് വിളിക്കുക. അന്നമ്മ കൊച്ചമ്മ അല്ല, പ്രേം നസീറൊക്കെ കത്തി നിൽക്കുകയല്ലേ, പിന്നെ ചേട്ടൻ ജോസ് പ്രകാശ്, അപ്പം പ്രേം നസീറിൻ്റെ പ്രേം പ്രകാശും കൂടെ ചേർത്തിട്ടത് പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ, സ്വീകരിച്ചു. പക്ഷേ വ്യക്തിപരമായിട്ട് ഇന്നും എന്നെ കറിയാച്ചൻ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് വേറൊരു കഥ. എന്തായാലും ഞാൻ ഇവരൊക്കെ പറഞ്ഞതനുസരിച്ച് ജ്യേഷ്ഠനോട് എൻ്റെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഒത്തിരി കൂട്ടുകാർ സിനിമാ രംഗത്തുണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ പ്രസിദ്ധനായ സംഗീത സംവിധായകൻ MS ബാബുരാജ്. അവരൊക്കെ മദ്രാസിൽ സ്വാമീസ് ലോഡ്ജിൽ ഒരുമിച്ച് അടുത്തടുത്ത് താമസിക്കുക, വലിയ അടുപ്പമാണ്. അപ്പോൾ ബാബുരാജനോട് പറഞ്ഞിങ്ങനെ എൻ്റെ അനിയനൊരു താല്പര്യമുണ്ട്, ഒരു അവസരം. പുള്ളി പറഞ്ഞു, എന്നെ അവിടെ മദ്രാസിൽ വരാൻ പറ. വന്നു, എൻ്റെ വോയിസൊക്കെ ടെസ്റ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് കാർത്തിക എന്ന് പറഞ്ഞ പടത്തിലൊരു ചെറിയ പാട്ടിനുള്ള അവസരം തന്നു. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ് സിനിമയിലൊന്നും പാടിയിട്ടൊന്നുമില്ല. കാരണം എൻ്റെ ഒരു പക്ഷേ എൻ്റെ കുറവായിരിക്കാം, അന്ന് വലിയ വലിയ ഗായകരുള്ളതുകൊണ്ടായിരിക്കാം. ഞാൻ പിന്നെ സംഗീതം പഠിച്ചിട്ടില്ല, അതിൻ്റേതായ അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സാറിൻ്റെ ആ അന്ന് കാർത്തിക എന്നുള്ള സിനിമയിൽ അന്ന് ഒരുപാട്, കാരണം എല്ലാ പ്രമുഖ നടന്മാരും സത്യൻ സാറൊക്കെ വളരെ സജീവമായിട്ട് അഭിനയിച്ചത്, നല്ല ജീവിതാംശങ്ങളൊക്കെ ഉള്ളൊരു വലിയ കഥയായിരുന്നു അത്, അല്ലേ? ഒരുപാട് ദുരന്തങ്ങളും ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയുമായിരുന്നു. അതെ, അത് അല്ല, അത് നമ്മുടെ M കൃഷ്ണനായർ സാറാണ് ഡയറക്റ്റ് ചെയ്ത പടം. അപ്പോൾ അതുപോലത്തെ ഒരു സിനിമയിൽ MS ബാബുരാജിന്റെ സംഗീതത്തിൽ ഒരു പാട്ട് പാടി. അതെ അതെ, അത് ചെറിയൊരു ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? അതൊരു ഒരു ഫുൾ ലെങ്ത് പാട്ടല്ല, അത് പക്ഷേ അതൊരു അശരീരി ഗാനമായിട്ട് ആ സീനിൽ ഇപ്പോഴും ഉണ്ട്. അതിത്രേ ഉള്ളൂ. അത് സത്യനാണ് ആ രംഗത്ത് കാണിക്കുന്നത്, സത്യനെയാണ്. അതായത് താൻ സ്നേഹിച്ച പെൺകുട്ടി, അവർക്ക് സത്യൻ പോരാ, സത്യൻ്റെ ഒരു ലോ പാർട്ടിയാണ്, അവൾ സുന്ദരിയാണ്, അയാൾക്ക് കിട്ടുകയില്ല എന്ന് മനസ്സിലായി. അയാളുടെ ആ മനസ്സിൻ്റെ വ്യാപാരം, അതാണ് ആ പാട്ടിൽ കൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് യൂസഫ് അലി കേച്ചേരി എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്: കാർത്തിക നക്ഷത്രത്തെ പുണരുവാനെന്തിന് പുൽക്കൊടി വെറുതെ മോഹിച്ചു, മാനത്തെ മുത്തിന കൈ നീട്ടി മനം പൊട്ടിക്കരയുന്നതെന്തിനു നീ. ഇതാണ്. അതുകൊണ്ട് തീരുവാ അദ്ദേഹം അങ്ങനെ ദേഷ്യം വന്ന് ആ വാതിലടയ്ക്കുന്ന ഒരു. അത്രേ ഉള്ളത്. ഓക്കെ. അപ്പോ അതാണെങ്കിൽ ഇപ്പൊ പാടിയതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റിലൊക്കെ നന്നായി ഹൈപ്പിച്ചിൽ പാടിയ ഒരു പാട്ടാണ്. അത്ര എളുപ്പത്തിൽ പാടാവുന്ന ഒരു പാട്ടല്ല. അപ്പൊ അത്രയൊക്കെ പാടിയിരുന്ന ഒരാള് പിന്നീട് സിനിമ ആഗ്രഹമില്ലാഞ്ഞിട്ടായിരുന്നോ? അല്ല, എൻ്റെ കുഴപ്പമാണ്. എൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞത്, ഞാൻ സംഗീതം പഠിച്ചിട്ടേ ഇല്ല. ശരിയാണ്, എൻ്റെ വീട്ടുകാർ ചെറുപ്പത്തിൽ എൻ്റെ ഫാദറും മദറും കൂടെ നിർബന്ധിച്ചൊരു ഭാഗവതരെ വീട്ടിൽ കൊണ്ടുവരികയും
ഞാൻ പഠിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തത്. അത് എൻ്റെ ഒരു കുസൃതിത്തരം കൊണ്ട് അദ്ദേഹം ആ ഭാഗവതർ തിരിച്ചുപോയി. കാരണം ആ പുള്ളിക്ക് കാലിനൊരു ചട്ടുണ്ടായിരുന്നു. ഞാൻ എന്തോ പറഞ്ഞപ്പം ചട്ടം ഭാഗവരെന്ന് മറ്റോ പുള്ളിയെ വിളിച്ചു. ചെറുപ്പത്തിലാണ് ചട്ടം ഭാഗവരെന്ന് വിളിച്ചു. അങ്ങനെ അത് വലിയ വിഷമം, ശരി ആർക്കും വിഷമം ഉണ്ടാവില്ല. അങ്ങനെ പിണങ്ങിപ്പോയി. പക്ഷെ ഒരു പക്ഷേ പുള്ളിയുടെ ശാപമായിരിക്കും, ഇവൻ ഒരു കാലത്ത് പാട്ടുകാരനാകട്ടെ, ഇവൻ എന്നെ അപമാനിച്ചു വിടും, എന്നാൽ പിന്നെ പോട്ടെ. എന്തായാലും ഞാൻ അങ്ങനെ ഞാൻ സ്നേഹിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഞാൻ പിന്നെയാണേലും സിനിമയിൽ പാടിയില്ലെങ്കിലും ഞാൻ അവിടെ ഇവിടെയൊക്കെ പാടും ഉണ്ടല്ലോ. അതെങ്കിലും ദൈവം തന്നു. കാരണം വെച്ചാൽ സാധാരണ ആൾക്കാരെ പോലെയല്ല. കാരണം നമ്മൾ സിനിമ നിർമ്മിച്ചപ്പോൾ എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസർക്ക് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എൻ്റെ പടത്തിലൊന്നും ഞാൻ പാടിയിട്ടില്ല. വെറുതെ അന്ന് അതുപോലെ സൗന്ദര്യമുള്ള പാട്ടുകാരുണ്ടല്ലോ, സുന്ദര ഗാനങ്ങൾ പാടി യേശുദാസിനെ പോലെ ജയചന്ദ്രനെ പോലെ ഒക്കെ ഉള്ളവരുള്ളപ്പോൾ നമ്മൾ പാടുന്നതിന് പ്രസക്തിയില്ല. ശരി. പിന്നീട് സിനിമയിലേക്ക് ഈ പാട്ട് സിനിമയിലേക്ക് വരാനുള്ളൊരു കാരണമായോ, അതോ ചേട്ടൻ്റെ ഒരു അല്ല, ആ ജ്യേഷ്ഠൻ്റെ ഒരു ഇതുണ്ട്. അത് 68 ഈ പറഞ്ഞ കാർത്തിക. ഞാൻ ആദ്യം അഭിനയിക്കുന്ന 70 അതും ഈ പറഞ്ഞ പോലെ മദ്രാസിലെ എൻ്റെ താമസം ഈ പാട്ടിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂട്ടുകാർ, അപ്പോൾ അവരൊക്കെ ചേട്ടൻ താമസിക്കുന്നിടത്ത് ഒത്തിരി പേരുണ്ട്. KP ഉമ്മറുണ്ട്, സത്യൻ താമസിക്കുന്നുണ്ട്, അവിടെ എല്ലാ പഴയ കൊട്ടാരക്കര എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു അനിയൻ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലോട്ട് കയറുകടാ, അഭിനയിച്ച സൗന്ദര്യം കുറവാണ് എന്നാലും അവർക്ക്. അങ്ങനെ 70 ഈ അരനാഴിക നേരം എന്ന് പറഞ്ഞ പടം തുടങ്ങുന്ന സമയമാണ്. അപ്പം ജ്യേഷ്ഠൻ അന്ന് MO ജോസഫാണ് അതിൻ്റെ നിർമ്മാതാവ്. MO ജോസഫ് സാർ ആദ്യം പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു പല പടങ്ങളുടെയും. അത് കഴിഞ്ഞാണ് അദ്ദേഹം പ്രൊഡ്യൂസറാകുന്നത്. അപ്പോൾ ആ ആദ്യകാലം വരെ എൻ്റെ ജ്യേഷ്ഠൻ MO സാറിനെ അറിയാം. എന്ന് തന്നെയല്ല, ആ പടത്തിൻ്റെ വിതരണക്കാർ കോട്ടയം വിമല ഫിലിംസ് ആയിരുന്നു മാത്യു സാർ. മാത്യു സാറിന് എന്നെ അറിയാം. മാത്യു സാറും ഇത് പറഞ്ഞു, ഞാനും ഒന്ന് പറഞ്ഞു നോക്കാം. പക്ഷേ ജ്യേഷ്ഠനുണ്ടല്ലോ, ചേട്ടൻ പറഞ്ഞാൽ വരുന്നു. അങ്ങനെ ശരിക്കും ജ്യേഷ്ഠൻ പറഞ്ഞിട്ടാണ് സേതുമാധവൻ സാർ എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടു. അദ്ദേഹത്തിന് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ആദ്യമായിട്ട് അരനാഴിക നേരത്തിൽ അഭിനയിച്ചു. നല്ലൊരു വേഷം, ഗോവിന്ദൻകുട്ടിയുടെ മകനായിട്ട്. എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. അന്നുള്ള മലയാളത്തിലെ എല്ലാ പ്രശസ്തരായ താരങ്ങളുടെയും കൂടെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ആരാ ആ പടത്തിലില്ലാത്തത്? ഇന്നും ആ സിനിമ കാണുമ്പോൾ എത്രയോ ഹൃദയഹാരിയായ ഒരു പടമാണെന്നറിയാം. കഥ, പാറപ്പുറത്തിൻ്റെ കഥ, സുന്ദരമായ കഥ. കൊട്ടാരക്കര സുന്ദരനാർ, സത്യൻ, നസീർ, ഉമ്മർ, എൻ്റെ ജ്യേഷ്ഠനുണ്ട്, ശങ്കരാടി ചേട്ടൻ, ബഹദൂർ, ഷീല, രാഗിണി, ഫിലോമിന, മീന എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച്. അന്ന് അതിലില്ലാത്ത താരങ്ങളാരുമില്ല. അതുപോലെ പാട്ടുകളാണെങ്കിലും ഇപ്പോഴും ആദ്യ ദേവരായൻ്റെ പാട്ടുകളൊക്കെ നല്ല. അപ്പം അങ്ങനെ ഒരു വലിയ ഭാഗ്യം എനിക്ക് കിട്ടി ആ പടത്തിൽ അഭിനയിക്കാൻ. അതൊരു ചെറിയ കാര്യമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് സേതുമാധവൻ സാർ അദ്ദേഹത്തിൻ്റെ 2 പടങ്ങളിൽ പെട്ടെന്ന് തന്നെ എടുത്തു. ഒന്ന് പണിതീരാത്ത വീട്, ചട്ടക്കാരി. രണ്ടിലും പണിതീരാത്ത വീടുള്ള നല്ല വേഷം. കാരണം നായികയുടെ കാമുകനായിരുന്നു. ഞാൻ ചതിച്ചിട്ട് പോയി, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനെതിരായിട്ട് അച്ഛൻ നിന്നു, അങ്ങനെ പ്രശ്നമൊക്കെ ആയി പോകുന്നൊരു ഇതാണ്. എന്നിൽ നിന്നുണ്ടാകുന്നൊരു കുട്ടിയാണ് ഈ നന്ദിത ബോസിനുള്ളത്. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ചട്ടക്കാരിയിൽ അടൂർ ഭാസിയുടെ മകൻ, നമ്മുടെ ലക്ഷ്മിയുടെ ബ്രദർ. അങ്ങനെ സേതുമാധവൻ സാറിന് തന്നെ 3 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചു. പിന്നീട് തുടരെ കുറേ പടങ്ങൾ കിട്ടി. എല്ലാം ഒരുമാതിരിപ്പെട്ട അന്നത്തെ P. ഭാസ്കരൻ, M. കൃഷ്ണൻ നായർ സാറ്, JC, P. ഭാസ്കരൻ, ധാരാളം ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളിൽ അന്ന് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു കേട്ടോ. ധാരാളം ഡയറക്ടർ. ഇപ്പം ഇതുവരെ എനിക്ക് തോന്നുന്നത് ഏണ്ടൊരു 98 പടമായി. 98 പടം, ചെറുതും വലുതുമായിട്ടുള്ള രംഗങ്ങളിലൊക്കെ പിന്നീട് അങ്ങോട്ട് അഭിനയിക്കാൻ പറ്റിയത്. വലിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളൊക്കെ എനിക്ക് കിട്ടി. ജോഷി, സിബി മലയിൽ. ഞാൻ അഭിനയിക്കാത്ത എനിക്ക് തോന്നുന്നത് ഹരിഹരൻ്റെയും ഫാസിലിൻ്റെയും പടത്തിലാണ്. ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാ സത്യനന്ദിക്കാടിൻ്റെയും പടത്തിൽ, ഈ 3 പേരുടെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. ബാക്കിയൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ കിട്ടി. വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഓർമ്മയിലുള്ള. ഉണ്ട്. വില്ലൻ വേഷങ്ങൾ എന്ന് പറയുമ്പോൾ അക്കാലത്ത് ഈ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യുക അങ്ങനെയാണ്. അത് 2 പടത്തിലുണ്ട്, 3 പടത്തിലുണ്ട്. ഒന്ന് സുപ്രഭാതം, M. കൃഷ്ണൻ നായരുടെ പടം.
ഞാനും വിൻസെൻറ്റും കൂടെ ഒരു പെണ്ണിനെ അന്ന് നസീറ നായകൻ റേപ്പ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഉള്ളത് പിന്നീട് വന്ന കളർപ്പടങ്ങളിൽ ഇപ്പോൾ ചിന്താമണി കൊലക്കേസ്, അതിൽ ഞാൻ ഈ ഭാവനയെ റേപ്പ് ചെയ്ത് അതുണ്ട്. പിന്നെ തൊട്ടാവാടി, അത് പിന്നെ ജയഭാരതിയാണ്, മുണ്ടക്കയത്തായിരുന്നു ഷൂട്ടിങ്, അതൊക്കെ ഓർക്കുന്നുണ്ട്. അല്ല, ഈ സുപ്രഭാതം ആണെന്ന് തോന്നുന്നു അതിൽ ആദ്യം വന്നത്. എനിക്ക് ഈ രംഗങ്ങളൊക്കെ അഭിനയിക്കാൻ ഇച്ചിരി ഒരു ജാല്യത ഉണ്ടായിരുന്നു. ഇപ്പം എം കൃഷ്ണൻ നായർ സാറ് പറഞ്ഞ തമാശ ഞാനിപ്പോഴും ഓർക്കും. അങ്ങനെ ഇതൊരു ഔട്ട്ഡോർ ആയിരുന്നു ഈ ഷൂട്ട്. അത് ചെങ്കൽപ്പെട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വിജനമായ ഒരു കാട്ടുപ്രദേശം മലമുകളിലാണ്. അപ്പോൾ ഈ റേപ്പിനുള്ള എല്ലാം പറഞ്ഞു തന്നു. പക്ഷേ എനിക്ക് അത് സാധനയാണ് റേപ്പ് ചെയ്യേണ്ടത്, നടി അന്ന് സാധന പേപ്പർ ഫേമസാണ്. അപ്പോൾ കയറി ഇവിടെ പിടിച്ചാൽ മതിയോ എന്നാണെന്നൊക്കെ ചോദിച്ചു ഒരു പരിങ്ങലുണ്ടായിരുന്നപ്പം കൃഷ്ണനാര് സാറ് ചോദിച്ചു, അസേ നിങ്ങൾ ജോസ് പ്രകാശിൻ്റെ അനിയല്ലേ, പുള്ളി ഈ പറഞ്ഞ ഇതെല്ലാം റേപ്പ് ചെയ്ത് അത് നോക്കി അങ്ങനെ ചെയ്താൽ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ പിന്നെ കയറി ഒരു ആക്രമണമായിരുന്നു. അതിപ്പോഴും ഞാനത് വളരെ സന്തോഷത്തോടെയൊക്കെ ഓർക്കും. ആ മരിച്ചുപോയ വലിയ വലിയ ആൾക്കാരൊക്കെ നമുക്കൊരു അവസരം തന്ന ആൾക്കാരാണ്, ഞാൻ മറക്കത്തില്ല. അതല്ല, അത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അഭിനയത്തിന് സാധ്യത ഉള്ളതരം വില്ലന്മാർ കഥയിലേക്ക് വരികയൊക്കെ ചെയ്ത സമയത്ത് അങ്ങനത്തെ വേഷങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, പിന്നീടുള്ളതെല്ലാം ഞാൻ കൂടുതലും പിന്നെ കുറേ മുഖ്യമന്ത്രിയുടെ വേഷം, മന്ത്രിമാരുടെ വേഷം, അത് വില്ലനസ് കഥാപാത്രമായിട്ട്. പിന്നെ ബി കെ പ്രകാശൻ്റെ തന്നെ ഒരു പടത്തിൽ ഞാൻ ഒരു വില്ലൻ വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ ആദ്യം ചോദിച്ചൊരു ചോദ്യം കിടപ്പുണ്ട്, എന്തുകൊണ്ട് പാട്ടിൽ പിന്നെ മുമ്പോട്ട് നോക്കിയില്ല എന്ന് പറഞ്ഞ്. എനിക്ക് എൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് കുടുംബപരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ എൻ്റെ ഫാദറിന് സുഖമില്ലായിരുന്നു. ഞങ്ങൾക്ക് കോട്ടയത്ത് ഇവിടെ ഒരു തേയില വ്യാപാര സ്ഥലമുണ്ട്, പ്രകാശ് തേയില എന്നാണ് അതിന് പിന്നീട് പേരിട്ടത്. ഏതാണ്ട് 1947 ഞാൻ ജനിച്ച് ഏതാണ്ട് 4-5 കൊല്ലം കഴിഞ്ഞ് തുടങ്ങിയ ഒരു തേയില വ്യാപാര സ്ഥാപനം ഫാദറായിരുന്നു നടത്തിക്കൊണ്ട് KK റോഡിൽ. ഫാദറിന് ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും അസുഖങ്ങളുണ്ട്. അപ്പം കട നടത്തിക്കൊണ്ട് പോകാൻ ആളില്ല, നല്ല ബിസിനസ്സുള്ള സ്ഥാപനവും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ കടയിൽ നിന്ന് ജോലിക്കാരൻ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകും, ഫാദറിന് സുഖമില്ല, വീട്ടിൽ പോകണം. അങ്ങനെ വരെ. അപ്പം ഇനി ഞാൻ വീടുമായിട്ട് കൂടുതൽ എനിക്ക് ഇടപെടേണ്ടി വന്നു. എൻ്റെ സഹോദരങ്ങളെല്ലാവരും കല്യാണം കഴിച്ചു പോയി, ഞാനും പിന്നെ ഞങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ കുറേ ഉത്തരവാദിത്തങ്ങൾ ഇവിടെയുണ്ട്. അപ്പം അന്ന് മദ്രാസിലാണല്ലോ സിനിമകൾ മുഴുവൻ, പിന്നീടാണല്ലോ എറണാകുളത്തേക്കും കേരളത്തിലേക്കും വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി നിൽക്കാനും ഒരു അവസരങ്ങൾ കൂടുതൽ തേടാനുമുള്ള ഇതിന് എനിക്കും തോന്നിയില്ല. കുറച്ചൊക്കെ ഞാൻ പുറകോട്ട് പോയി, അത് തന്നെയാണ് കാര്യം. അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചും കൂടെ ഒക്കെ ആകാമായിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല, അതൊക്കെ ദൈവം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കിട്ടുന്ന വേഷം ഇതല്ല, കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം സജീവമായ സമയത്ത് ഈ പറഞ്ഞ പോലത്തെ വേഷങ്ങളെന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് ആകാൻ, അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് എനിക്ക് സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്നെ അറിയാവുന്നവർ എനിക്ക് പറ്റിയ വേഷം എന്നുള്ള നിലയ്ക്ക് വിളിക്കുന്നവരുണ്ട്. ഇപ്പം നിർണായകം എന്ന് പറഞ്ഞ ആ സിനിമ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടമാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്തൊരു വേഷമാണ് അത്. ദൈവാനുഗ്രഹിച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എവിടെയിലെ കഥാപാത്രവും എല്ലാവരും ഗംഭീരമായിട്ട് പറയുന്നതാണ്. അതുപോലെ ഇവിടം സ്വർഗമാണ്, ഞാനും ലാലും ഒക്കെ ഉള്ള സീന്. പിന്നെ ഉള്ളത് ഈ ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഇവരുടെയൊക്കെ ഇപ്പം ആസിഫ് അലിയുടെ അപ്പനായിട്ട് അഭിനയിച്ചു, പിന്നെ പൃഥ്വിരാജിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചു, മമ്മൂട്ടിയുടെ മോൻ്റെ കൂടെ ദുൽഖറിൻ്റെ ഫാദറായിട്ട്. ഇങ്ങനെ കുറേ കടകളിലൊക്കെ അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്തു. ഇപ്പം ത്രൂഔട്ട് വേഷങ്ങളൊന്നും കിട്ടാറില്ല, വിളിക്കാറുമില്ല. അപ്പം പിന്നെ അല്ല, കിട്ടുന്നത് ചെയ്യാന്നുള്ളു. പക്ഷേ ഞാനൊരു വലിയൊരു അഭിനേതാവാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് തരുന്ന വേഷം സത്യസന്ധമായിട്ട് ഞാൻ പറയാം, വളരെ ആത്മാർത്ഥമായിട്ട് ഞാനത് ബിഹേവ് ചെയ്യും. അത് മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതിപ്പം സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും. സീരിയലിൽ എത്രയോ എനിക്ക് തോന്നുന്നത് ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ ഈ സീരിയലിൻ്റെ തന്നെ അവാർഡ് 6-7 കിട്ടിയിട്ടുണ്ട്, അഭിനയത്തിനും നിർമ്മാണത്തിനും. പിന്നെ ഒരു ഭാഗ്യമെന്ന് പറയുന്നത്
സിനിമയിൽ എനിക്ക് ഭാഗ്യം, ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ വന്നതിനെ പറ്റി നമ്മൾ തുടങ്ങിയില്ല. ഇല്ല, അതിലേക്ക് വരണം. 79 ഞാൻ ആദ്യ സിനിമ എടുക്കുന്നത്. അത് പെരുവഴിയമ്പലം. പെരുവഴിയമ്പലം എടുക്കാനുള്ളൊരു കാരണം, അന്ന് ആ കാലഘട്ടത്തിൽ റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്നൊരു കഥയുണ്ട്. ഒരു അച്ഛൻ്റെ ആത്മ കഥയാണ്, ഒരു അപ്പൻ്റെ ആത്മകഥയാണ്. നല്ലൊരു കഥയാണ്. അപ്പം എൻ്റെ വൈഫ് ഇത് വായിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ സിനിമയ്ക്ക് പറ്റിയ കഥയാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഡൈജസ്റ്റിൽ വന്ന കഥ മനസ്സിൽ വെച്ച് അത് വെച്ചൊരു സിനിമ ചെയ്യാം, ഇതാണ് നമ്മുടെ മനസ്സിൽ ഉദ്ദേശം. അന്ന് ഞാൻ IV ശശിയായിട്ട് നല്ല അടുപ്പാണ്. പത്മനാഭനെ എനിക്കറിയില്ല. ശശിയുടെ 2 പടത്തിൽ ഞാൻ അഭിനയിച്ചു, പിന്നെ ഈറ്റ പോലെയുള്ള പടത്തിൽ അഭിനയിച്ചു. അപ്പോൾ വളരെ അടുപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു IV ശശി സംവിധാനം ചെയ്ത് അക്കാലത്ത് ഏറ്റവും പ്രശസ്തമായി തിരക്കഥാകൃത്ത് എന്നുള്ള പേരെടുത്തിരിക്കുന്നതാണ് പത്മരാജൻ. എത്രയോ പടങ്ങൾ ഇന്നും മലയാള സിനിമയിലെ ഒരു ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് എനിക്ക് മനസ്സിൽ കുറിച്ചിരിക്കുന്നത് പത്മരാജൻ തന്നെ, എൻ്റെ മനസ്സിലെ ആളാണ്. അതുകൊണ്ട് പുള്ളിയെ ഒന്ന് കണ്ട് ഈ ഒരു ആശയം പറഞ്ഞ് ഈ കഥയും കൊടുത്ത് ശശിയെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിക്കാമെന്നുള്ള നിലയ്ക്ക് അങ്ങനെ പത്മരാജനുമായിട്ട് വേറൊരാൾ വഴിയൊക്കെ ബന്ധപ്പെട്ട്, അന്ന് പത്മരാജൻ ആകാശവാണിയിലെ അനൗൺസറാണ്, തിരുവനന്തപുരത്താണ്. അപ്പോൾ പുള്ളിയെ ഫോണിൽ ബന്ധപ്പെട്ടു. ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോസ് പ്രകാശിൻ്റെ അനിയൻ എന്നൊരു അഡ്രസ്സ് കിടപ്പുണ്ടല്ലോ, അങ്ങനെ ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ, അത് വലിയൊരു സ്ഥാനമാണ്. അല്ല, അപ്പോഴത്തേക്ക് കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചു എങ്കിലും അത്ര പ്രശസ്തരൊന്നും അല്ലല്ലോ. കുറേ പടങ്ങളിൽ അഭിനയിച്ചു, എന്നാലും ജോസ് പ്രകാശ് എന്ന് പറയാതെ പെട്ടെന്ന് അറിയില്ല. ജോസ് പ്രകാശിൻ്റെ എന്ന് പറയുമ്പോൾ അതിന് തന്നെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം വരാൻ പറഞ്ഞു, ചെന്നു സംസാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു, ഇതാണ് കഥ, വായിക്കാൻ പറഞ്ഞു. പുള്ളി ഉടനെ ഞാൻ ഈ ഡൈജസ്റ്റ് കൊടുത്തു. പുള്ളി ആ കഥ വായിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹം ഇതാണ്, ഇതിന് തിരക്കഥ ഒന്ന് എഴുതി തരുമെങ്കിൽ. ഒന്ന് പത്മരാജൻ വേറൊരാളുടെ കഥയ്ക്ക് തിരക്കഥ എഴുതിയിട്ടില്ല അന്ന് വരെ. എന്ന് തന്നെയല്ല, പുള്ളി ഈ കഥ വായിച്ചിട്ട് പറഞ്ഞു, ഇത് ഈ ഡ്രഗ് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. അന്നത്തെ കാലത്ത് അമേരിക്കയിൽ നടന്ന കാര്യമാണ്. ഇത് പറഞ്ഞു, ഇത് നല്ല കഥയാണ്, എൻ്റെ കണ്ടൻറ്റ് നല്ലതാണ്, പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ലഹരി ഉപയോഗത്തിൻ്റെ ഒന്നും ആയിട്ടില്ല. അത് ഒരു ഇച്ചിരി കാലം കടന്നൊക്കെ ഇത് ഇവിടെ വരെ ഒന്നും വരാത്ത കാര്യമുണ്ട്. ഈ ഒരു കഥയോട് എനിക്ക് അത്ര ഇപ്പം എടുക്കാൻ താല്പര്യക്കുറവുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, അബ്ദുറാൻ എന്തെങ്കിലും കഥകൾ വല്ലതും തരാനുണ്ടോ നമുക്കൊരു സിനിമയാക്കാനായിട്ട്? പുള്ളി പറഞ്ഞു, എൻ്റെ മനസ്സിലൊരു കഥയുണ്ട്, പക്ഷേ ആ കഥ ഞാൻ വേറെ ആർക്കും സംവിധാനം ചെയ്യാൻ കൊടുക്കുകയില്ല, അത് എൻ്റെ ആദ്യത്തെ സിനിമയായിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതേതാ? അത് പെരുവഴിയമ്പലം എന്നൊരു കഥ ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഉണർന്നു. ഞാൻ പറഞ്ഞു, ഒന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വന്നുകൊണ്ടിരിക്കുന്നതല്ലേ, സീരിയലൈസ് ചെയ്ത് ഞാൻ വായിക്കുന്നതാണ്, നല്ല കഥയാണ്. അത് എനിക്കൊരു സിനിമ, എൻ്റെ ആദ്യ സിനിമയാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ ലഡു പൊട്ടി. എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നൊരു നല്ല തിരക്കഥാകൃത്തിന് അദ്ദേഹത്തിന് അറിയാൻ ക്യാരക്ടേഴ്സ് എന്താണ്, സാഹചര്യങ്ങൾ എന്താണ്, ഇതെല്ലാം ആ കഥയായിട്ട് ബന്ധപ്പെട്ട കാഴ്ചപ്പാട് കൂടുതലുള്ള ആളായിരിക്കും ആ തിരക്കഥാകൃത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ട് ചോദിച്ചു, എന്നാൽ നമുക്ക് അതെടുത്താലോ, അത് ആ സിനിമ. പത്മനാഭനും ഒന്ന് ഞെട്ടിയിടാ, ഇയാൾ പുതിയൊരു പ്രൊഡ്യൂസർ വന്നിട്ട് ഇതുവരെ ഞാൻ ഡയറക്റ്റ് ചെയ്യാത്ത എന്നോട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ആവശ്യപ്പെടുന്നല്ലോ എന്നൊരു തോന്നൽ പുള്ളിയുടെ മനസ്സിനെ ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, നമുക്ക് ചെയ്യാം. ഉടനെ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, എനിക്കൊരു 3 ആഴ്ചത്തെ സമയം തരണം, ഞാൻ യെസ് ഓർ നോ പറയാൻ. ഞാൻ ചോദിച്ചു, എന്താ അതിൻ്റെ അല്ല, ഞാനൊരു ബേസിക്കലി എഴുത്തുകാരനാണ്, പിന്നെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു തലമാണ്, അതിന് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ 3 ആഴ്ച കഴിഞ്ഞ് ഞാൻ ബന്ധപ്പെടാം, വേണമെന്നോ ചെയ്യാമെന്നോ ചെയ്യുന്നില്ലെന്നോ പുള്ളി പറയും. ഇനിവേ ഈ 3 ആഴ്ച കഴിഞ്ഞ് പുള്ളി തന്നെ വിളിച്ച് ഞാൻ ചെയ്യാമെന്ന്. അങ്ങനെയാണ് പെരുവഴിയമ്പലം ആകുന്നത്. അതുകൊണ്ട് ഞാനിന്നും എത്ര സിനിമ എടുത്താലും പെരുവഴിയമ്പലത്തിൻ്റെ നിർമ്മാതാവാണ് ഞാൻ എന്ന് പറയാൻ ഒത്തിരി അഭിമാനമുണ്ട്. കാരണം ആദ്യ ചിത്രത്തിന് തന്നെ പ്രസിഡൻറ്റിന് വെള്ളി മെഡൽ കിട്ടി, അതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലേ.
അത്രയും പ്രഗത്ഭനായ ഒരു സംവിധായകനെ അവതരിപ്പിക്കുവാൻ എനിക്കൊരു അത് ഞാൻ നിമിത്തമാണ്. ഇപ്പം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പെരുവഴിയമ്പലം എടുക്കുമ്പം ഞാനൊരു വലിയ സിനിമ എടുക്കാൻ പറ്റിയൊരു ധനവാനൊന്നും അല്ല, അത്ര ഉള്ള സൗകര്യത്തിലൊന്നും അല്ല ഞാൻ ചെന്ന്. എന്നെ രണ്ട് മൂന്ന് പേരെന്നെ സഹായിക്കുകയും കൂടെ ചെയ്തു. എൻ്റെ സാമ്പത്തികമായിട്ട് അതിൽ എന്നെ സഹായിച്ചിട്ടുമുണ്ട്, അവരുടെയും കൂടെ സഹായം ഉണ്ടെങ്കിലും നമ്മുടെ ഒരു നിമിത്തമായി അല്ലേ, അത് വലിയ സന്തോഷമാണ്. അങ്ങനെയാണ് പെരുവഴിയമ്പലം ഉണ്ടാകുന്നതെന്ന് പറയാം. പിന്നെ അതിനുശേഷം കൂടെ ഇവിടെ ചെയ്തു. അത് പിന്നെ വാസന്തിയുടെ കഥയാണ്, അതും പുള്ളി സമ്മതിച്ചു, വേറൊരാളുടെ കഥ പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞാൽ അതും ആദ്യമായിട്ട് പുള്ളി ചെയ്യുന്ന വേറൊരാളുടെ കഥയെടുത്ത് ചെയ്തു, അത് സക്സസ്സായി. ആ ബന്ധം പുള്ളിയുടെ മരണം വരെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ് ഞാൻ. ഈ നിർമ്മാതാവ് എന്നുള്ളൊരു നിലയിൽ ഇപ്പോൾ സിനിമയെ നോക്കിക്കാണുന്നത്, നമ്മളെ ഒരു അഭിനേതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വ്യക്തിപരമായൊരു ആഗ്രഹം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഈ അതിനകത്ത് സാമ്പത്തികമൊക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങളായതുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരു സാമ്പത്തികം മുടക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു റിസ്ക് നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പോൾ എന്താണ് ധൈര്യം തന്ന ഒരു പെരുവഴിയമ്പലം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്നെ 1-2 പേരെന്നെ സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ട്. അതിനുശേഷം കൂടെ ഇവിടെ എടുക്കുമ്പോഴും അത് ഷൂട്ട് ചെയ്തത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെയൊക്കെ ഉടമസ്ഥതയിലുള്ള ഊട്ടിയിലെ ഗുഡ്ഷെപ്പേട്ട് പബ്ലിക് സ്കൂളിലാണ്. അപ്പം ആ ജ്യേഷ്ഠൻ്റെ മകളുടെ ഹസ്ബൻഡ് PC തോമസ്, അദ്ദേഹം ഇന്നില്ല. അദ്ദേഹവും പിന്നെ ജ്യേഷ്ഠൻ്റെ മകൻ രാജൻ, ഇവരൊക്കെ എൻ്റെ കൂടെ ചേർന്ന് സാമ്പത്തികമായിട്ട് അവരും സഹായിച്ചു. അങ്ങനെ സിനിമ ചെയ്തു. പക്ഷേ എല്ലാ സിനിമ ഞാനെടുത്ത എല്ലാ സിനിമയ്ക്കും എൻ്റെ പ്രവർത്തനം തീർച്ചയായിട്ടും ഉണ്ട്. ഞാനൊരു നിർമ്മാതാവായിട്ട് അവിടെ പെരുമാറാറില്ല, ഞാനൊരു പ്രൊഡക്ഷൻ ബോയിയുടെ സ്ഥാനം വരെ ചെയ്യാറുണ്ട്. ആർട്ടിസ്റ്റുകളെ കാണുകയും അതിൻ്റെ ടെക്നീഷ്യൻസിനെ കാണുകയും അവരോട് കാര്യങ്ങൾ പറയുകയും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ കോടികൾ വേണേൽ മുടക്കിക്കോ ലക്ഷങ്ങൾ മുടക്കിക്കോ എന്ന് ചെന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറല്ല ഞാൻ. എല്ലാത്തിനും കണക്ക് വെക്കുകയും എവിടെയൊക്കെ ലാഭിക്കാമോ, കാരണം പണം ഓടിയില്ലെങ്കിൽ ആരും നമ്മളെ നോക്കുകയില്ല. പ്രൊഡ്യൂസർക്കാണ് പോകുന്ന മുഴുവൻ. ശരിയാ, കിട്ടിയ പ്രൊഡ്യൂസർക്ക് കിട്ടും എന്നുള്ളൊരു ന്യായമുണ്ട്. ഇത് സിനിമ എപ്പോഴും റിസ്ക് തന്നെയാണ്, എപ്പോഴും റിസ്ക് തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ അഭിനയവും ഇഷ്ടമാണ്, അതുപോലെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലുള്ളതും എനിക്കിഷ്ടമാണ്. കാരണം പലരെ പഠിക്കാൻ പറ്റും, പലരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും, ഓരോ ക്യാരക്ടേഴ്സിനെ പഠിക്കാൻ പറ്റും, മനുഷ്യരെ താരങ്ങളെയൊക്കെ പഠിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ പടത്തിനും ഞാൻ പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു ഉപദേശമുണ്ട്. ഞാൻ ആദ്യം സിനിമ പെരുവഴിയമ്പലം എടുക്കുമ്പം പോലും പുള്ളി അത് ഞാൻ ചേട്ടനും അഭിനയിച്ചോ പടത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ ചേട്ടനോട് ചോദിച്ചു, കാരണം ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ്. ഞങ്ങൾ 8 മക്കളിൽ 1-മനാണ് പുള്ളി, ഞാൻ 8-മനാണ്. ആ ഡിഫറൻസ് ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്നാണ് എന്നെ പുള്ളി കണ്ടിരുന്നതും സ്നേഹിച്ചിരുന്നതും ഒക്കെ. അപ്പോൾ ഞാനിങ്ങനെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു 2 ഉപദേശങ്ങളെ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, സാമ്പത്തിക കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. നമ്മൾ വഴി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിലൊരു കണ്ണീര് അവരുടെ നിന്ന് വീഴരുത്. എന്ത് കൊടുക്കുന്നോ അത് കൊടുക്കുക. 2, നമ്മളെ ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ വഴിമാറി നടക്കണം. ഇത് പുള്ളി പറഞ്ഞ വാക്ക് ഒരിക്കലും മറക്കില്ല. അത് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, നിന്നെ ഒരാൾക്ക് ഇഷ്ടമില്ലെന്ന് നിനക്ക് തോന്നിയാൽ നീ അവരിൽ നിന്ന് നീ അങ്ങ് മാറിയേക്കണം. കാരണം നമ്മളൊന്നിനും പോലും. അപ്പോൾ അത് ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വാചകം. അതെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പലരെയും മനസ്സിലാക്കാൻ പറ്റി, സ്നേഹബന്ധങ്ങളെപ്പറ്റി മനസ്സിലാക്കാനൊക്കെ. പിന്നെ സിനിമയെ ഞാൻ കാണുന്നത് സീരിയസ് ആയിട്ട് തന്നെയാണ്. ഞാൻ ഈ അസോസിയേഷൻ്റെയൊക്കെ ട്രഷററായിട്ടൊക്കെ വർക്ക് ചെയ്ത, അസോസിയേഷനിൽ ഒത്തിരി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ അസോസിയേഷനിൽ അവിടെ ഈ സിനിമ എടുക്കാൻ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ജെന്യൂൻ ആഗ്രഹത്തോട് വരുന്ന ഒത്തിരി പേരുണ്ട്. ഒരു സിനിമ എടുക്കണം, അവർക്ക് കലയോട് എവിടെയെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. ഒരു പാട്ട് കേട്ടാലെങ്കിലും ആസ്വദിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം ഒരു പ്രൊഡ്യൂസർക്ക്. അവർ കഥ കേൾക്കണം, സ്ക്രിപ്റ്റ് വായിക്കണം, ഷൂട്ടിംഗ് സമയങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യണം. അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം. ഇവിടെ പലർക്കും പറ്റിയിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നൊക്കെ, ദുബായ്, അമേരിക്കയിൽ നിന്നൊക്കെ എൻ്റെ പൈസ ഉണ്ടെന്ന് ഒരു സിനിമ എടുത്തേക്കാം, അതൊരു വെറും ബിസിനസ് പോലെ വന്ന് കേട്ടേക്ക് പോകുന്ന അങ്ങനെ ഉണ്ട്. അങ്ങനെ വന്നത് കുറച്ചൊക്കെ സിനിമയെ
ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു ഒരു എന്താ പറഞ്ഞ ഒരു സിൻസിയറിറ്റിയും അതുപോലെയുള്ള അതിൻ്റെ ഒരു എന്താ ആ ഒരു പ്രായോഗിക തലത്തിൽ നോക്കുമ്പം സിനിമയെ സീരിയസ് ആയിട്ട് കാണാതെ പോയവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സിനിമയുടെ ആ ഗ്ലാമറിനകത്തേക്ക് പോകണമെന്നും വന്നവരുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് പേർ, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അപ്പം അങ്ങനെ ഒരു വേദിയാണ് ഈ സിനിമ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സത്യസന്ധമായിട്ടും എല്ലാം പ്രവർത്തിക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് പടങ്ങൾ എടുത്തിട്ടുള്ളതും എല്ലാവരോടുള്ള ഇടപെടലുകളും എല്ലാം. ഞാനൊരിക്കലും ഒരു പ്രൊഡ്യൂസറാണെന്നും പറഞ്ഞ് അവിടെ എല്ലാവരോടുമായിട്ട് ഒരു അകലം പാലിക്കാനോ ഞാൻ അങ്ങനെ പോകും. ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നയാളാണ്. കാരണം ഞാൻ മറ്റുള്ളവരുടെ കീഴിൽ അഭിനയിക്കുന്നതും കൂടെയാണ്. ഒരു പ്രൊഡ്യൂസറുടെ കീഴിൽ പോയി അഭിനയിച്ച് പൈസ മേടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാം പ്രൊഡ്യൂസർ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആർട്ടിസ്റ്റുകളെല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. ഇന്നത്തെ അവസ്ഥ പല കാര്യങ്ങളിലും സങ്കടം തരുന്നത് തന്നെയാണ്. പണത്തിന് മാത്രം വില കൽപ്പിക്കുന്നു. ഒരു പക്ഷേ അവരുടെ കുറ്റമല്ലായിരിക്കാം, കിട്ടുമ്പോഴേ കിട്ടുകയുള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ നല്ല സിനിമകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. നമ്മൾ നല്ലതെന്ന് ഞാൻ പറയുന്നത് ഓടാത്ത ആ അർത്ഥത്തിലല്ല, മനസ്സിൽ പതിച്ചു വെക്കാവുന്ന പടങ്ങളുണ്ട്. നമ്മളെന്തുകൊണ്ടാണ് പഴയ ചില സിനിമകൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും. ഇപ്പം ചെമ്മീൻ നമ്മൾ മറക്കുകയില്ല, അല്ലേ? അതെ. നീലക്കുയിൽ നമ്മൾ മറക്കുകയില്ല. പഴയ പടങ്ങളുടെ കാര്യങ്ങൾ പറയാം. നീലക്കുയിൽ നമുക്ക് മറക്കാൻ പറ്റില്ല. അരനാഴികന്നൊരു അതുപോലെ കുടുംബചിത്രം എന്നുള്ളത് മറക്കാൻ പറ്റും. ചില കുറേ ആ ശ്രേണിയിൽ കുറേ പടങ്ങളുണ്ട്. ഹിന്ദിയിലെ ഷോലെ നമ്മൾ മറക്കുക, നമ്മുടെ മനസ്സിൽ എവിടെയോ കിടപ്പുണ്ട്. ഇപ്പോൾ വരുന്ന പല പടങ്ങളും, ഇന്ന പടവും ഞാൻ പറയത്തില്ല, നമ്മൾ തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും, അല്ലേ? തിയേറ്റർ വിട്ടിറങ്ങി കഴിഞ്ഞാൽ ആ കഥാപാത്രം എന്തായിരുന്നു ഇങ്ങനെ ആലോചിച്ചു മറ്റു പലതിൻ്റെയും കഥ നമുക്ക് പറയാൻ പറ്റും. അതല്ലാത്ത ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ഒരു സമയത്ത് പ്രിയദർശനും ഒക്കെ എടുത്ത പടങ്ങളുണ്ട്, കോമഡി പടങ്ങൾ. ഇന്നും നമ്മുടെ മനസ്സിൽ ആ പേര് കേൾക്കുമ്പോൾ ചിരി ഉണർത്തുക. ഓരോ ഡയലോഗും പ്രിയനും സത്യനും ഒക്കെ എന്തെല്ലാം രീതി, ശ്രീനിവാസനുമുള്ള അവരുടെ ആ കൂട്ടുകെട്ടിലൊക്കെയുള്ള കോമഡി നമ്മുടെ മനസ്സിൽ നിന്നുമായി വളരെ ഈ നിരുപദ്രവകരമായ ചില കോമഡികളാണ്, വളരെ തമാശകളാണ്. അവിടെ അതൊരു കോമഡി സിനിമയാണെന്നാണ് നമ്മൾ പ്രഥമ ദൃഷ്ടിയാ കോമഡിയും തോന്നുമെങ്കിലും അതിനകത്തെല്ലാം നല്ല കഥകളും ഉണ്ട്, നല്ലൊരാശയം ഉണ്ട് അതിനകത്ത്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഓരോ കഥാപാത്രം എന്താണെന്നും ഇതും ജീവിതമാണ് എന്ന് നമുക്ക് തോന്നുന്ന പല രംഗങ്ങളും ഉണ്ട്. നമ്മളെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. തമാശയിൽ കൂടെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കും. അതെന്നും നമ്മൾ ഓർക്കും. നമ്മളെയും അതൊരു തമാശ പടമെന്ന് പറഞ്ഞാൽ ഇടിപ്പടമെന്ന് പറയുന്ന കാര്യമല്ലേ, അല്ലേ? ഇപ്പം ഈ കിരീടവും ആകാശദൂതും പോലെയുള്ള പടം ചെയ്ത സിബി മലയിലെ ആദ്യ പടം ഏതാണെന്നറിയോ? മുത്താരകുന്നിയോ. എന്തൊരു കോമഡി പടം അല്ല. ഇപ്പം ഞാൻ പറയുന്നത് അതൊക്കെ എന്തോ ഒരു തമാശ പടങ്ങളല്ലേ, അല്ലേ? പിന്നെ ഇപ്പം ഷാജി കൈലാസിന്റെ ഒരു കോമഡി പടം ഉണ്ടറിയോ? ഡോക്ടർ പശുപതി. ഈ ഡോക്ടർ പശുപതിയൊക്കെ ചിന്താമണി കൊലക്കേസൊക്കെ ചെയ്ത ആളാണോ ഈ പടം ചെയ്ത്? അല്ല, ഇവരൊക്കെ കഴിവുള്ള ആൾക്കാർ, ഇവരിലൊക്കെ കഴിവുണ്ട്. അപ്പം നല്ലൊരു സ്ക്രിപ്റ്റും നല്ല ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പം നല്ല സിനിമകൾ ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-200 പടം ഇറങ്ങിക്കഴിഞ്ഞാൽ 8-10 പടങ്ങളായിരിക്കും മുതലും ലാഭവും എല്ലാം കൂടെ എടുക്കുക. അതുപോലെ വളരെ കൂടുതൽ കളക്ഷൻ കിട്ടുന്ന പടങ്ങളും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുവേ ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പടം എടുക്കുന്നത്. ഒരു 40 വയസ്സിന് മുകളിലുള്ള ഒരു തിയേറ്ററിൽ പോകുന്ന ഒരു കുറവാണ്. എല്ലാവർക്കും ഈ കുറച്ചൊക്കെ ഈ അസ്വാഭാവികതയും അമാനുഷികതയും ഒക്കെ കാണുവാൻ ജനത്തിന് കൂടുതൽ ഇഷ്ടമാണ്. അത് കുറേയൊക്കെ വിദേശ ചിത്രങ്ങളും കുറേ ഈ ഹിന്ദി പടങ്ങളൊക്കെ നമ്മളെ ഹിന്ദി തെലുങ്ക് പടങ്ങൾ പഠിപ്പിച്ചതാണ്. അമാനുഷികമായ ജീവിത കഥകൾ, ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങളുടെ കഥ പറയുന്ന സിനിമയുടെ വരവ് കുറഞ്ഞുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ സാമ്പത്തികവും കൂടെ വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കൂട്ടം ആൾക്കാരുടെ തീരുമാനങ്ങൾക്ക് അതെന്തുകൊണ്ടാണ് അവരങ്ങനെ തീരുമാനിക്കുന്നത്? അവർക്ക് വേണമെങ്കിൽ തീരുമാനിച്ചാൽ നടപ്പിലാകുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്ത് ഈ നല്ല കഥകളുള്ള സിനിമകളും നല്ല കഥകൾ തിരഞ്ഞെടുക്കുന്നതും? അല്ല, കഥകൾ തിരഞ്ഞെടുക്കുന്നതും ഏറ്റവും പ്രധാനമാണ്. ആ കഥ എന്താണ് പറയാൻ പോകുന്നു അതാണല്ലോ പ്രധാനം. അത്
അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അവരൊരു പക്ഷേ ഈ ഇപ്പം ഡയറക്ടേഴ്സും ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ കൺഫ്യൂഷനില്ല. എന്ത് തരത്തിലുള്ള പടം എടുത്താലാണ് ജനം കാണുന്നത്. ഇപ്പം നമ്മൾ പുഷ്പ എന്ന് പറഞ്ഞൊരു പടം തെലുങ്ക് തമിഴൊക്കെ വരുന്നത്, കാന്താര എന്ന് പറഞ്ഞ ഇപ്പം ഇതൊക്കെ ഓടും, ഭയങ്കരമായിട്ട് ഓടും. എന്നാൽ പിന്നെ ഇതിൻ്റെ ചുവട് പിടിച്ചാലോ? ഇതൊക്കെ ഒന്നും ജീവിതഗന്ധിയാണെന്നോ മനുഷ്യന്റെ ബന്ധങ്ങൾ പറയുന്ന കഥ അല്ല. പക്ഷെ സംതിങ് ഒരു എന്റർടൈൻമെന്റ്. ബാഹുബലി എന്താ സാധനം? അതെ, അതിൻ്റെ ആ ബ്രഹ്മാണ്ടത്വം കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. അതിൻ്റെ സെറ്റ്, അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു അനുഭവം കാണിക്കുന്നത്. അത് വേറൊരു അല്ല, അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാനെന്ന വ്യക്തി, ഞാൻ പറഞ്ഞില്ല, ഞാനിതും എനിക്ക് കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്നതിനോട് താല്പര്യമുള്ള ആൾ തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അതിനോടൊക്കെ തന്നെയാണ് താല്പര്യം. പിന്നെ എന്നെപ്പറ്റി എനിക്ക് പറയുകയാണെങ്കിൽ, എനിക്ക് ജീവിതത്തിലെന്നും അഭിമാനിക്കാനുള്ള കാര്യങ്ങളിലൊന്നാണ് പത്മരാജനെ പോലെ ഒരാളെ ഞാൻ വഴി വന്നു. പെരുവഴി അമ്പലത്തിലൂടെ അശോകൻ വന്നു, കൂടെവിടയിലൂടെ റഹ്മാൻ വന്നു. പുത്രൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിലൂടെ സിനിമയാണ് പുത്രൻ. അത് ജൂഡ് അട്ടിപ്പേറ്റി സംവിധാനം ചെയ്ത്, അതിലാണ് നമ്മുടെ ബിജു മേനോൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഈ 3 പേരും നമ്മുടെ പടങ്ങളിൽ കൂടെ വന്നു എന്നുള്ള ഒരു അഭിമാനം എനിക്കുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും ഇവരെല്ലാവരും എൻ്റെ ഞാൻ നിർമ്മിച്ച പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് എൻ്റെ ഈ സീരിയൽ രംഗത്തെ എൻ്റെ ഇതാണ്. സീരിയൽ രംഗത്ത് എനിക്ക് ഒത്തിരി അഭിമാനിക്കാൻ പറ്റുന്ന ഒന്ന്, പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് തന്നെയല്ല, നടൻ എന്ന നിലയ്ക്ക് 2 പ്രാവശ്യം ബെസ്റ്റ് ആക്ടർ സ്റ്റേറ്റ് അവാർഡ്, സീരിയലിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ബെസ്റ്റും കിട്ടിയിട്ടുണ്ട്. അതിലുപരി ഞാൻ 3 സീരിയലെ നിർമ്മിച്ചിട്ടുള്ളൂ. അഭിനയിച്ചത് ഏതാണ്ട് 26 സീരിയലിൽ അഭിനയിച്ചു. അതിൽ അവിചാരിതമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഒരു കാലത്ത് ഞാനും ശ്രീവിദ്യയൊക്കെ അതെൻ്റെ മക്കൾ എഴുതിയ സ്ക്രിപ്റ്റാണ്. ഞാൻ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന സീരിയൽ അവസ്ഥാന്തരങ്ങളാണ്. അത് ഡയറക്ടർ ജൂഡ് അട്ടിപ്പേറ്റിയ. അത് നെടുമുടി വേണു, KPS ലളിത, നമ്മുടെ ജ്യോതിർമയി, എൻ്റെ ജ്യേഷ്ഠൻ ജോസ് പ്രകാശ്, ഇവരെല്ലാം കൂടെ ഉള്ള ഒരു നല്ല, അത് N. മോഹൻ സാറിൻ്റെ കഥയാണ്. ഞാൻ സിനിമയാക്കാൻ വേണ്ടി മേടിച്ചു വെച്ച കഥ അത് ആയില്ല, പക്ഷേ അത് സീരിയലായി. 7 സ്റ്റേറ്റ് അവാർഡായിരുന്നു കിട്ടിയത്. പിന്നെ എടുത്തത് അവിചാരിതമാണ്. അതും എൻ്റെ മക്കളുടെ സ്ക്രിപ്റ്റാണ്. അതിന് കിട്ടി 6 or 7 അവാർഡ്. അതിനുശേഷം എടുത്തത് നമ്മുടെ ആഗ്നേയം നോവൽ, അതിനും കിട്ടി ഇത്രയും അവാർഡ് കിട്ടി. അപ്പം ഒരു പ്രൊഡ്യൂസർക്ക് സീരിയൽ നിർമ്മാണ രംഗത്ത് എടുത്ത 3നും അവാർഡ് കിട്ടി എന്നുള്ള ഒരു ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. അതിൻ്റെ സംവിധായകരും എഴുത്തുകാർക്കൊക്കെ അഭിനയക്കാർക്കൊക്കെ തന്നെയാണ് ഇതെങ്കിലും എനിക്കൊരു അഭിമാനം തരുന്നതാണ്. ഞാൻ എടുത്ത സീരിയൽസ് ആണല്ലോ, അതിന് 3നും ചേർത്ത് അവിടെ ബെസ്റ്റ് സീരിയൽ അവാർഡാണ് കിട്ടിയത്. അങ്ങനെയൊക്കെ ഒരു ഭാഗ്യങ്ങളുണ്ട്. നിർമ്മാണ രംഗം, അതായത് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിൽ ഏതാണ് കുറച്ചുകൂടി എൻജോയബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? സിനിമയുടേതാണോ സീരിയലിൻ്റെ പ്രൊഡക്ഷനാണോ? അല്ല, പ്രൊഡക്ഷനിൽ എൻജോയബിൾ എന്ന് പറഞ്ഞാൽ അത് വ്യത്യാസമുണ്ട്. അതിൽ ഒത്തിരി പല ഭാരങ്ങളും നമുക്കുണ്ട്. ഓവറോൾ കൺട്രോൾ നമ്മളാണ്. ഓരോ വിങ്ങും നമ്മൾ നോക്കണം. അഭിനയക്കാരെ നോക്കണം, അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ പലരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും ഒരു മേൽനോട്ടം നമുക്കാണ്. അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മളെ ഒരാൾ വിളിക്കുന്നു, നമ്മൾ മേക്കപ്പ് ചെയ്ത് അവിടെ ഇരുന്നാൽ മതി, നമ്മളെ വിളിക്കുമ്പോൾ പോയി അഭിനയിച്ചാൽ മതി. നമുക്ക് ഒരു വ്യത്യാസമില്ല. ഏറ്റവും എളുപ്പമുള്ള ജോലി അഭിനയം തന്നെ, യാതൊരു സംശയമില്ല. അഭിനയിക്കണം, അത് വേറെ കാര്യം. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവ് വെച്ച് നമ്മളാലുള്ള കഴിവ് കാണിക്കുക. പ്രൊഡ്യൂസർ എന്ന് പറയാൻ നമുക്ക് ഓവറോൾ ഓടി നടക്കണം. പല പ്രശ്നങ്ങൾ വരുമെന്നേ. ഒരു ആർട്ടിസ്റ്റ് വരാൻ താമസിച്ചു, അല്ല ഇന്ന് മറ്റേ ക്യാമറ ഇച്ചിരി കുഴപ്പം പറ്റി, ഇതെല്ലാം നമ്മൾക്ക് ടെൻഷൻ തരുന്ന കാര്യങ്ങളാണ്. ഒരു വാഹനം വന്ന വഴിക്ക്, ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വന്ന വഴിക്ക് പഞ്ചറായി, അതുകൊണ്ട് ലേറ്റായി ഷൂട്ടിങ്, അല്ല ഇന്ന് മഴ, ഇന്ന് ഷൂട്ടിങ് നടക്കില്ല, പാക്കപ്പ്, ഇതൊക്കെ ഒത്തിരി. പക്ഷേ അത് ആസ്വദിക്കുന്നുണ്ടല്ലോ ആ പ്രൊഡക്ഷൻ. ആസ്വാദനം എന്ന് പറഞ്ഞാലും സങ്കടപ്പെട്ടിട്ടുണ്ട് ഞാൻ. പെരുവഴി അമ്പലമൊക്കെ പറഞ്ഞാൽ എത്രയോ അവാർഡ് കിട്ടിയ പടമാണ്, എൻ്റെ ആദ്യ പടമാണെന്ന് പറയുമ്പോഴും അതൊത്തിരി ഹേർഡിൽസ് ഉണ്ടായിരുന്ന ഒരു പടമാണ്. നെയ്യാർ ഡാമിലായിരുന്നു അതിൻ്റെ മെയിൻ ഷൂട്ടിങ്. അവിടെ ഒരു മലയുടെ ഒരു കുന്നിൻ ചെരുവിൽ
ഒരു വീട് ഞങ്ങൾ സെറ്റിട്ടിട്ടുണ്ടായിരുന്നു. അത് വീടെന്ന് പറയാൻ പറ്റുകയില്ല, പക്ഷേ ഒരു വീടാണ്. ഓല കൊണ്ട് വെട്ടി കല്ലുമൊക്കെ വെച്ച് കെട്ടിയതാണ്. അത് നമ്മുടെ KPSC ലളിതയുടെ വീടായിട്ടാണ്. അവിടെ ഷൂട്ടിങ് തുടങ്ങി കഴിഞ്ഞ് 2 പ്രാവശ്യം അത് ഇടിഞ്ഞു പോയി, മഴയും കാറ്റും പോകും. 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് വന്നു. പിന്നെ തിരുവനന്തപുരം കണ്ടിട്ടില്ലാത്ത മഴ പെയ്ത ഒരു സമയമാണ് 79. ഭയങ്കര മഴ, എല്ലായിടത്തും വെള്ളപ്പൊക്കം. ഞങ്ങൾക്ക് നെയ്യാർ ഡാമിൽ നിന്ന് തിരുവനന്തപുരത്തിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ കുറേ നാളിടയ്ക്ക് ഒന്ന് നെയ്യാറ്റിൻകരയിൽ ഒരു ലോഡ്ജ് വന്ന് താമസിച്ചു. ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടു. എല്ലാം ആ ബുദ്ധിമുട്ടുകൾ, അന്ന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ശരിയാ. പിന്നീടൊക്കെ ഓർക്ക് ദൈവം ഇതെല്ലാം നടന്നു കിട്ടിയല്ലോ അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഒരു പ്രൊഡ്യൂസറും പടം തീരുന്നത് വരെ, തിയേറ്ററിൽ ഇറങ്ങി അതിൻ്റെ ഇത് അറിയുന്നത് വരെ അയാൾക്ക് റെസ്റ്റില്ല. ഇറങ്ങിയാലും റെസ്റ്റില്ല. കാരണം ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താണ്, ജനം സ്വീകരിച്ചോ, ഇതൊക്കെ അല്ലേ.